ബാർകോഡ് കേസിൽ മന്ത്രി കെ ബാബുവിനെതിരെ ക്വിക്ക് വെരിഫിക്കേഷൻ ആരംഭിച്ചു. എറണാകുളം റേഞ്ച് വിജിലൻസ് എസ് പി നിശാന്തിനിക്കാണ് അന്വേഷണ ചുമതല. പരാതിക്കാരായ ബിജു രമേശിൽ നിന്നുൾപ്പെടെ നിശാന്തിനി ഉടൻ മൊഴിയെടുക്കും. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും അലക്സ് റാം മുഹമ്മദ് ചേരുന്നുണ്ട്. അലക്സ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? സൗമ്യ, ബാർ വിവാദത്തിലെ ഏറ്റവും സുപ്രധാനമായ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതായത് എക്സൈസ് വകുപ്പ് മന്ത്രി കെ ബാബുവിനെതിരെ ത്വരിതാന്വേഷണത്തിന് ക്വിക്ക് വെരിഫിക്കേഷൻ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും പുതിയ വാർത്ത. നേരത്തെ മന്ത്രിക്കെതിരെ ഇത്തരത്തിലുള്ള ക്വിക്ക് വെരിഫിക്കേഷൻ ആരംഭിച്ചിട്ടില്ല. അല്ലെങ്കിൽ ഒരു മന്ത്രിസഭയിലെ രണ്ട് മന്ത്രിമാർക്ക് രണ്ട് നിധി തുടങ്ങിയ വിവാദങ്ങൾ നിലനിന്നിരുന്നു. അതിനിടെയാണ് ആർ നിശാന്തിനി എറണാകുളം റേഞ്ച് വിജിലൻസ് എസ് പി ആകുന്നതും അന്വേഷണ ചുമതല നിശാന്തിനിക്ക് കൈമാറിക്കൊണ്ട് ഈ വിവാദത്തിന് ഇപ്പോൾ ഒരു പിരിമുറുക്കം വന്നിരിക്കുന്നതും. ഇപ്പോൾ അറിയാൻ കഴിയുന്നത് നാളെ, അതായത് ഏറ്റവും അടുത്ത് നാളെ മുതൽ തന്നെ ബാർ ഉടമകളിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തും. ഇത് സംബന്ധിച്ച മൊഴി രേഖപ്പെടുത്തും. ബാർ ഹോട്ടൽ അസോസിയേഷനിലെ ഭാരവാഹികൾ, അതായത് ബിജു രമേശ് നേരത്തെ ഉന്നയിച്ചതനുസരിച്ച് ബിജു രമേശ് കെ ബാബുവിന് ആരൊക്കെയാണ് കോഴ കൊടുത്തത്, ബിജു രമേശ് ആരുടെയൊക്കെ പേര് വെളിപ്പെടുത്തിയിട്ടുണ്ട്, അവരിൽ നിന്നൊക്കെ മൊഴി രേഖപ്പെടുത്താനാണ് ഇപ്പോൾ നിശാന്തിനി അല്ലെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് തീരുമാനിച്ചിരിക്കുന്നത്. ഇതിന്റെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം കൂടെ പരിശോധിച്ചു കഴിഞ്ഞാൽ, നേരത്തെ ബിജു രമേശ് പരസ്യമായി തന്നെ മന്ത്രി കെ ബാബു ഏതാണ്ട് 10 കോടി രൂപ കോഴ വാങ്ങി എന്ന് വെളിപ്പെടുത്തിയിരുന്നു. അതിനെ തുടർന്നാണ് മന്ത്രി ബാബുവിനെതിരെ വിജിലൻസ് കേസ് എടുത്തത്. പക്ഷേ ഇത് പ്രിലിമിനറി എൻക്വയറി നടത്തി കേസ് അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. തുടർന്ന് മുമ്പോട്ട് കേസ് കൊണ്ടുപോകാൻ ഇവർ ഒരുക്കമായിരുന്നില്ല. കാരണം ഇത് കഴിഞ്ഞ് ഇതേ വിവാദം ഉന്നയിക്കപ്പെട്ട മന്ത്രി കെ എം മാണിക്കെതിരെ പ്രിലിമിനറി എൻക്വയറി കഴിഞ്ഞതിന് ശേഷമാണ് ക്വിക്ക് വെരിഫിക്കേഷൻ നടത്തി മന്ത്രിയുടെ കെ എം മാണിയുടെ രാജി വരെ കാര്യങ്ങൾ എത്തിയത്. ഇത്തരത്തിൽ ഈ ഒരു പ്രിലിമിനറി എൻക്വയറി ഇവിടെ അവസാനിപ്പിച്ചത് കൊണ്ടാണ് ജോർജ് വട്ടക്കുളം എന്ന വ്യക്തി തൃശൂർ വിജിലൻസ് കോടതിയിൽ മന്ത്രി കെ ബാബുവിനെതിരെ ക്വിക്ക് വെരിഫിക്കേഷൻ നടത്തണമെന്നാവശ്യപ്പെട്ട് ഹർജി സമർപ്പിച്ചത്. അതിന്മേലാണ് ഏതാണ്ട് ഡിസംബർ അവസാന വാരം തൃശൂർ വിജിലൻസ് കോടതി മന്ത്രി കെ ബാബുവിനെതിരെ ക്വിക്ക് വെരിഫിക്കേഷൻ നടത്തും, കെ ബാബുവിനെതിരെ ക്വിക്ക് വെരിഫിക്കേഷൻ വേണം എന്ന് കോടതി ഉത്തരവിട്ടത്. ഇത് ജനുവരി 23-നകം ഈ ക്വിക്ക് വെരിഫിക്കേഷൻ പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് ഉത്തരവിട്ടിരുന്നു. ഈ ക്വിക്ക് വെരിഫിക്കേഷനും വൈകിപ്പിക്കുന്നതിനിടയിലാണ് ഇതൊരു വലിയ രാഷ്ട്രീയ വിവാദം തന്നെ വീണ്ടും ആയിരുന്നു. ഈ ക്വിക്ക് വെരിഫിക്കേഷൻ അട്ടിമറിക്കാനുള്ള ഒരു ശ്രമം നടന്നിരുന്നു. ഇത് രാഷ്ട്രീയ അന്തരീക്ഷത്തിലും കേരള രാഷ്ട്രീയത്തിലും രാഷ്ട്രീയ പശ്ചാത്തലത്തിലും വലിയ തർക്കങ്ങളാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ തർക്കം അല്ലെങ്കിൽ ആ വിവാദം നിലനിൽക്കുന്നതിനിടെയാണ് ആർ നിശാന്തിനിക്ക് ഇപ്പോൾ ഈ ക്വിക്ക് വെരിഫിക്കേഷൻ ചുമതല കൈമാറിയതും അതിനെ സംബന്ധിച്ചുള്ള ക്വിക്ക് വെരിഫിക്കേഷൻ മന്ത്രി കെ ബാബുവിനെതിരെ ആരംഭിച്ചിരിക്കുന്നത്. സൗമ്യ, അലക്സ് ആണ് വിവരങ്ങൾ നൽകിയത്. ഇതിന്റെ ഒരു പശ്ചാത്തലത്തിന്റെ വിവരങ്ങൾ കൂടി നൽകാനായി ജീവൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ജീവൻ, ഇരട്ട നീതി എന്ന വിഷയത്തിൽ ഈ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു സംഭവം, അവിടെ ജീവൻ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്ന ഒരു വിഷയമാണ് ഇത്. വിജിലൻസിന്റെ നിയമ സാധുത ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ക്വിക്ക് വെരിഫിക്കേഷൻ നടക്കാത്ത ഒരു പശ്ചാത്തലം ഒക്കെ ഉണ്ടായിരുന്നു. അവിടെയാണ് കോടതിയുടെ നിർദ്ദേശം വരുന്നത് ക്വിക്ക് വെരിഫിക്കേഷനിലേക്ക് പോകേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ഇതിന്റെ ഒരു സാധ്യത ഒക്കെ എങ്ങനെയാണ് ജീവൻ? നടക്കുന്ന വേളയിൽ ബാർ ലൈസൻസുകളുടെ ഫീ 22 ലക്ഷത്തിൽ നിന്നും 30 ലക്ഷം രൂപയായി ഉയർത്താൻ ആദ്യം ബാർ ഉടമകളോട് ഉയർത്താനായി പോവുകയാണെന്ന് ബാർ ഉടമകളോട് കെ ബാബു പറയുകയും തുടർന്ന് അത് 23 ലക്ഷമാക്കി നിജപ്പെടുത്തുന്നതിനായി 10 കോടി രൂപ കൈക്കൂലി ആവശ്യപ്പെട്ടു എന്നതായിരുന്നു ബാർ ഹോട്ടൽ അസോസിയേഷൻ യൂണിയന്റെ വർക്കിംഗ് പ്രസിഡന്റ് ബിജു രമേശ് ഉന്നയിച്ച ആരോപണം. 10 കോടി രൂപ കെ ബാബു ആവശ്യപ്പെട്ട 10 കോടി രൂപയിൽ 50 ലക്ഷം രൂപ കെ ബാബുവിന്റെ ഔദ്യോഗിക മുറിയിൽ വെച്ച് ബിജു രമേശും ഒപ്പം ബിജു രമേശ് കൈമാറിയെന്നും ഇതിന് മുഹമ്മദ് റസീഫ് എന്ന ചേംബർ ഓഫ് കൊമേഴ്സിന്റെ പ്രസിഡന്റ് സാക്ഷിയായിരുന്നു എന്നുമായിരുന്നു ബിജു രമേശ് ഉന്നയിച്ചിരുന്ന ആരോപണം. ഈ ആരോപണം നിലനിന്നിരുന്ന പശ്ചാത്തലത്തിൽ കെ ബാബുവിനെതിരെ ആദ്യം നടന്നത് പ്രാഥമിക അന്വേഷണമാണ് നടന്നത്. എന്നാൽ വിജിലൻസ് മാനുവലിൽ എവിടെയും പറഞ്ഞിട്ടില്ലാത്ത ഒരു അന്വേഷണ രീതിയാണ് ഇതെന്ന് കൈരളി പീപ്പിൾ തന്നെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിനുശേഷം ഇത് രാഷ്ട്രീയത്തിൽ വലിയ കോളിളക്കങ്ങൾക്കും കാരണമായി. അതേ തുടർന്ന് ജോർജ് വട്ടക്കുളം എന്ന പൊതുപ്രവർത്തകൻ തൃശൂർ വിജിലൻസ് കോടതിയെ സമീപിക്കുകയും തൃശൂർ വിജിലൻസ് കോടതിയാണ് ഇക്കാര്യത്തിൽ കെ ബാബുവിനെതിരെ വിജിലൻസ് മാനുവലിൽ പറയുന്ന ക്വിക്ക് വെരിഫിക്കേഷൻ എന്ന അന്വേഷണ രീതി അവലംബിക്കണമെന്നും വിജിലൻസിനോട് കൽപ്പിക്കുകയും ചെയ്തത്. ജനുവരി 23-ാം തീയതിക്കുള്ളിൽ ഇതിൽ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നായിരുന്നു തൃശൂർ വിജിലൻസ് കോടതി വിജിലൻസിനോട് പറഞ്ഞിരുന്നത്. കോടതി നിർദ്ദേശിച്ചിരിക്കുന്ന കാലപരിധി അവസാനിക്കുന്നതിന് മുമ്പാണ് ഇപ്പോൾ കെ ബാബുവിനെതിരായ
ക്വിക്ക് വെരിഫിക്കേഷൻ നടപടികൾ ആരംഭിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന പുതിയ പശ്ചാത്തലം ഒരുപക്ഷെ തൃശൂർ വിജിലൻസ് കോടതി ഉത്തരവിട്ടതിനു ശേഷം ആണ് സുപ്രീം കോടതിയിൽ നിന്നും ഇപ്പോൾ ബാറുകൾ പൂട്ടുന്നത് സംബന്ധിച്ചുള്ള അന്തിമ വിധി ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായും ബാർ ഉടമകളെ സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പോൾ അവരുടെ മുന്നിൽ ഒളിച്ചു വെക്കാൻ ഒന്നുമില്ലാത്തൊരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ക്വിക്ക് വെരിഫിക്കേഷൻ ആരംഭിച്ചിരിക്കുന്നത്. നേരത്തെ കെ എം മാണിക്കെതിരെ 4 ബാർ ഉടമകൾ മാത്രമാണ് 2 ബാർ ഉടമകൾ മാത്രമാണ് മൊഴി കൊടുക്കാൻ തയ്യാറായത്. സാജു ഡൊമിനിക്കും അംബാസഡർ തങ്കച്ചൻ എന്നീ 2 പേർ മാത്രമാണ് ബിജു രമേശിനോടൊപ്പം കെ എം മാണി പണം വാങ്ങി എന്ന ആരോപണം ഉറച്ചു നിന്നുകൊണ്ട് മൊഴിയെടുക്കാൻ തയ്യാറായത്. എന്നാൽ കെ ബാബുവിനെതിരായ ജീവൻ ആ ഒരു സാഹചര്യത്തിൽ നിന്നുകൂടി പരിശോധിച്ചാൽ ആദ്യം തന്നെ ഈ ഒരു സുപ്രീം കോടതി വിധി വന്ന ഘട്ടത്തിൽ രാജ്കുമാർ ഉണ്ണി പറഞ്ഞ വിഷയം സർക്കാരിന് വേണമെങ്കിൽ മദ്യനയം പുനഃപരിശോധിക്കാമല്ലോ എന്നാണ് പറഞ്ഞത്. ആ ഒരു സാഹചര്യത്തിൽ ബാബുവിന്റെ കേസ് നിൽക്കുന്ന സാഹചര്യത്തിൽ ബാർ ഉടമകളുടെ മൊഴി സുപ്രധാനമാകുന്ന ഘട്ടത്തിലൊക്കെ ഇതൊരു ബാർഗെയിനിങ് എന്ന രീതിയിലേക്കൊക്കെ മാറാനുള്ളൊരു സാധ്യതയുണ്ടോ? നയത്തിലൊരു പുനഃപരിശോധനയ്ക്കുള്ള സാധ്യതയുണ്ടോ? ഇനിയിപ്പോൾ സർക്കാരിന് വേണമെങ്കിൽ ഏത് ഘട്ടത്തിൽ വേണമെങ്കിലും സർക്കാരിന്റെ മദ്യനയം പുനഃപരിശോധിക്കാനും ആ മാനദണ്ഡങ്ങളിൽ ഇളവ് വരുത്താനുമുള്ള അവകാശം സർക്കാരിൽ നിക്ഷിപ്തമാണ്. എന്നാൽ സുപ്രീം കോടതി വരെ കേസ് ഇത്രയധികം പോവുകയും തർക്കവിതർക്കങ്ങൾക്ക് കാരണമാകുകയും ചെയ്തതിനു ശേഷം ഇനി ഒരു മദ്യനയത്തിൽ ഒരു പുനഃപരിശോധന എന്നത് UDF-നെ സംബന്ധിച്ചിടത്തോളം ഒരു അടഞ്ഞ അധ്യായം തന്നെയാണ്. ആ കാര്യത്തിൽ മദ്യനയം ഇനി പുനഃപരിശോധിക്കുകയാണെങ്കിൽ അത് വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്കും കോളിളക്കങ്ങൾക്കും കാരണമാകും. കാരണം തങ്ങൾ തന്നെ കൊണ്ടുവന്ന മദ്യനയത്തിൽ കാതലായ മാറ്റങ്ങൾ വരുത്താൻ ഇനി ഒരിക്കലും UDF-നാവില്ല. അത് ബാർ ഉടമകൾക്കും അറിയാം. സർക്കാരിൽ നിന്ന് ഇനിയൊരു അനുകൂലമായ തീരുമാനം ബാർ ഉടമകളും പ്രതീക്ഷിക്കുന്നില്ല. ആ ഘട്ടത്തിലാണ് കെ ബാബുവിനെതിരായ ക്വിക്ക് വെരിഫിക്കേഷൻ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇതിനായി ബാർ ഉടമകളിൽ നിന്നും പണം പിരിച്ചോ എന്നതായിരിക്കും വിജിലൻസ് പ്രാഥമികമായി ഈ കാര്യത്തിൽ അന്വേഷിക്കുക. പണം പിരിച്ചിട്ടുണ്ട്, അത് കെ ബാബുവിന് നൽകാൻ വേണ്ടി തന്നെയാണ് എന്ന് ബാർ ഉടമകൾ മൊഴി നൽകിയാൽ അത് കെ ബാബുവിനെ കുരുക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടായിരിക്കും. തീർച്ചയായും മന്ത്രിസഭയുടെ മേലിൽ അതിന്റെ കരുനിരൽ വന്ന് പതിക്കുകയും ചെയ്യും. അത്തരത്തിൽ വളരെ സന്നിഗ്ധമായ ഒരു ഘട്ടത്തിൽ നിൽക്കുമ്പോഴാണ് വീണ്ടും ഒരിക്കൽ കൂടി ക്വിക്ക് വെരിഫിക്കേഷൻ ആരംഭിച്ചിരിക്കുന്നത്. അത് കെ ബാബുവിന്റെ ചങ്കിടിപ്പ് വർദ്ധിപ്പിക്കും. പ്രത്യേകിച്ച് പുതിയ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ബാർ ഉടമകളെല്ലാം തുറന്നു പറയണം എന്ന വാദത്തിൽ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ ഈ സർക്കാരിൽ നിന്ന് ഇനിയൊന്നും ലഭിക്കാൻ സാധ്യതയില്ല എന്നുള്ള പശ്ചാത്തലത്തിൽ ഭൂരിഭാഗം ബാർ ഉടമകളും പറയും. പ്രത്യേകിച്ച് സർക്കാർ നൽകിയിരിക്കുന്ന ബിയർ വൈൻ പാർലറുകൾ 516 ബിയർ വൈൻ പാർലറുകൾ പൂട്ടാൻ പോകുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ ഒരു ക്വിക്ക് വെരിഫിക്കേഷൻ ആരംഭിച്ചിരിക്കുന്നത്. പല ബാർ ഉടമകളും പകരമായി ലഭിച്ചിരിക്കുന്ന ബിയർ ആൻഡ് വൈൻ പാർലർ നടത്തിക്കൊണ്ടു പോകാൻ കഴിയില്ല, അതുകൊണ്ട് അത് പൂട്ടട്ടെ എന്ന നിലപാടിലേക്ക് എത്തിയിരിക്കുന്ന പശ്ചാത്തലത്തിൽ കൂടി സാമ്പത്തികമായി വലിയ നഷ്ടമുണ്ടാകുകയും കൈക്കൂലി പണം വൻതോതിൽ വിനിയോഗിക്കുകയും ചെയ്ത് സർക്കാർ തങ്ങളുടെ കയ്യിൽ നിന്നും കൈക്കൂലി വാങ്ങിയതിനു ശേഷം തങ്ങളെ വിദഗ്ധമായി പറ്റിച്ചിരിക്കുന്നു എന്ന ആക്ഷേപം ബാർ ഉടമകൾക്കുണ്ട്. തീർച്ചയായും അത് അന്വേഷണത്തിൽ പ്രതിഫലിക്കുകയും ചെയ്യും. സൗമ്യ, ജീവനാണ് വിവരങ്ങൾ നൽകിയത്. കെ ബാബുവിനെതിരെ ക്വിക്ക് വെരിഫിക്കേഷൻ ആരംഭിച്ചിരിക്കുന്നു. ആദ്യഘട്ടത്തിൽ ബാർ ഉടമകൾ ബിജു രമേശ് അടക്കമുള്ളവരുടെ മൊഴി എടുക്കുന്ന ഒരു നടപടിയിലേക്കായിരിക്കും സംഘം പോവുക.